സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിലും മനാഫിൻ്റെ സുഹൃത്തുക്കൾ എന്ന നിലയിലും നാളെ ഞങ്ങൾ സംഭവസ്ഥലത്ത് പോകുന്നുണ്ട്. അവിടുത്തെ കാർവാർ കലക്ടറെ നേരിട്ട് കണ്ട് ഞങ്ങളുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ കൊടുത്ത കുറച്ച് നിവേദനങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സംഘത്തെ അവിടെ ഇപ്പോൾ തെരച്ചിലിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ട് കൊടുത്തതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കലക്ടറെ കാണുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ നാളെ തെരച്ചിൽ തുടരില്ലേ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അത് ഞങ്ങളിപ്പോൾ അർജുൻ്റെ അമ്മയെ കണ്ട സമയത്ത് അമ്മയ്ക്കും ആ ആശങ്കയുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട അവിടുത്തെ MLA ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, 8 ദിവസം കൂടി നീളും എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് ഞങ്ങൾക്കൊരു ആശ്വാസകരമാണ്. എന്തെന്നാലും ബാക്കിയുള്ള കാര്യങ്ങൾ കലക്ടറെ കണ്ടിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. കുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടി കുടുംബത്തിൻ്റെ കൂടെ നിന്ന് നമ്മുടെ അർജുൻ്റെ കണ്ടെത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. തെരച്ചിൽ നിർത്തുകയാണെങ്കിൽ അമ്മയുടെയും മറ്റു എല്ലാവരുടെയും അഭിപ്രായം അവിടേക്ക് പോകണം എന്ന് തന്നെയാണ്. പക്ഷേ തിരച്ചിൽ നിർത്തില്ല എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അറിവ് എന്ന് കുടുംബം പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിലും എങ്ങനെ വേണമെങ്കിലും ഞങ്ങളെല്ലാവരും അർജുൻ്റെ കുടുംബത്തോടൊപ്പം പ്രവർത്തിക്കും. ഇപ്പം ഞങ്ങൾ പോകുന്നത് പൊതുപ്രവർത്തകർ എന്ന നിലക്കാണ്. കാരണം ആക്ഷൻ കമ്മിറ്റി എന്ന നിലയിൽ ഇപ്പം ഞങ്ങൾക്ക് പോകാൻ സാധിക്കാത്തത് ഞങ്ങൾ സർക്കാരിനോട് ഞങ്ങളുടെ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. ആ അപേക്ഷയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അനുമതി ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ആക്ഷൻ കമ്മിറ്റി എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഡ്രഡ്ജർ കൊണ്ടുവന്നു തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഒറ്റനോട്ടത്തിൽ അത് അവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു വിഷയത്തിൽ ഇത്രയും വലിയൊരു നദിയിൽ ഉള്ള ഒരു അപകടത്തിന് പര്യാപ്തമാണോ എന്നുള്ള സംശയം ഉണർത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഈ ഇന്നലെയും ഇന്നുമായി കണ്ടെത്തിയ വസ്തുവകകൾ പല വാഹനങ്ങളുടേതായി കണ്ടെത്തിയ വസ്തുവകകളെല്ലാം മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ മൽപ്പയുടെ ശ്രമഫലമായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ ഈശ്വർ മൽപ്പയെ ഇപ്പോൾ തെരച്ചിലിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ദുരൂഹമാണ്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് കൂടുതൽ മുങ്ങൽ വിദഗ്ധരെ നിയോഗിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിൽ നടത്താൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ ഗംഗാവലി പുഴയിലുണ്ട്. വെള്ളമില്ല, അടിയൊഴുക്കൊന്നുമില്ല, വളരെ തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത്, ജലപ്പരപ്പാണ്. അതുകൊണ്ട് തന്നെ മുങ്ങൽ വിദഗ്ധരുടെ സാന്നിധ്യം അവിടെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് തിരച്ചിലിന് എന്തുകൊണ്ടും ഗുണകരമാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ അവിടെ തിരച്ചിൽ നടത്തിയ ഈശ്വർ മൽപ്പയുടെ തന്നെ കൂടെയുള്ള സംഘങ്ങളെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരെ സർക്കാരിൽ അവരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾക്ക് അവരെ അവിടേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോഴുള്ളത് പര്യാപ്തമല്ല എന്നൊരു ആശങ്കയാണുള്ളത്. അതേസമയം പരിമിതമായ ദിവസങ്ങൾ കൊണ്ട് ഇത് കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ദിവസം ദീർഘിപ്പിച്ചു എന്ന് കേൾക്കുന്നത് ആശ്വാസം. അതേസമയം ഈ പറയുന്ന തരത്തിൽ മുങ്ങൽ വിദഗ്ധർ, നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇതുവരെയും ഇറങ്ങിയിട്ടില്ല. അവരത് സംഘത്തോടൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ നാളെ വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്നല്ലാതെ സംഘത്തോടൊപ്പവും മുങ്ങൽ വിദഗ്ധരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും അവരുടെ ഒന്നും സേവനം ഗംഗാവലി പുഴയിൽ നമുക്ക് ഷിരൂരിൽ കിട്ടിയിട്ടില്ല. അത് ഒരു കൃത്യമായി എല്ലാ അർത്ഥത്തിലുമുള്ള സങ്കേതങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ചുരുങ്ങിയ സമയത്തിനകം, കാരണം കാലാവസ്ഥ എപ്പോൾ മാറും, വീണ്ടും ഈ പറയുന്ന തിരച്ചിൽ അസാധ്യമാക്കുന്ന സാഹചര്യം എപ്പോഴുണ്ടാകുന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഘടകങ്ങളും ഏകോപിപ്പിച്ചുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ ആവശ്യമെന്നാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്.